നമ്മൾ മറന്നാലും നമ്മളെ ഭഗവാൻ മറക്കില്ല അല്ലേ? ഹരേ കൃഷ്ണ. എൻ്റെ പേര് നിഷ എന്നാണ്. തൃശ്ശൂരാണ് വീട്. ത്രിമധുരം ചാനലിൽ വരുന്ന അനുഭവങ്ങളെല്ലാം തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും ഒരു കൃഷ്ണഭക്തയാണ്. ഭക്ത എന്ന വലിയ വാക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നറിയില്ല. ചെറുപ്പം മുതലേ കൃഷ്ണനോട് ഭയങ്കര ഇഷ്ടമാണ്. സമയം കിട്ടുമ്പോഴൊക്കെ ഗുരുവായൂർ പോകാനാണ് എനിക്കിഷ്ടം. അനുഭവങ്ങളെല്ലാം കൃഷ്ണനോട് ചേർത്ത് പറയണം. അപ്പോൾ എല്ലാം കൃഷ്ണാനുഭവം ആവുമല്ലോ. ഗീതാ ഗോവിന്ദം അഷ്ടപതി പഠിച്ചു തുടങ്ങിയത് സ്വസ്തികയുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ്. അപ്പോൾ ഒരാഗ്രഹം തോന്നി, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കൃഷ്ണന്റെ അമ്പലത്തിൽ ഒരു വട്ടമെങ്കിലും ചൊല്ലണമെന്ന്. പക്ഷേ എങ്ങനെയെന്നറിയില്ല. ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ 6:30 അപ്പോഴേക്കും നട അടയ്ക്കാറാവും. ഞാൻ ആ മോഹം ഉപേക്ഷിച്ചു. എന്നാലും നമ്മൾ മറന്നാലും ഒരാൾ മറക്കില്ലല്ലോ അല്ലേ? നമ്മുടെ കള്ളക്കണ്ണൻ, ആ പൊന്നു ഗുരുവായൂരപ്പൻ തന്നെ. അടുത്ത ഏകാദശിക്ക് പരിപാടി അവതരണത്തിന്റെ ലിസ്റ്റ് ഇട്ടു. അമ്പലത്തിനടുത്തുള്ള കുറച്ച് അമ്മമാരും കുട്ടികളുമാണ് അവിടുത്തെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ ദിവസം അമ്മമാരുടെ ഭജനയായിരുന്നു. അത് കഴിഞ്ഞ് പ്രോഗ്രാം ഒന്നുമില്ല. അമ്പലത്തിലെ മാല കെട്ടുന്ന ചേച്ചി എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവൾ എന്നെ വിളിച്ചു. നിനക്ക് അഷ്ടപതി ചൊല്ലാൻ പറ്റുമോ? കുറച്ച് സമയം ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു. ഞാനും ഓക്കെ പറഞ്ഞു. അങ്ങനെ ഏകാദശി വിളക്കിന്റെ ആദ്യത്തെ ദിവസം തന്നെ അഷ്ടപതി പാടാൻ ഒരവസരം ഒരുക്കി തന്നു ഭഗവാൻ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മറന്നാലും ഭഗവാൻ നമ്മളെ മറക്കില്ല. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഈ കൃഷ്ണാനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ ഈ സന്ധ്യാവേളയിൽ. എല്ലാവരും കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് യൂട്യൂബ് ചാനലിൽ മുകളിൽ ലിങ്ക് ഉണ്ടാവും, അതുവഴി വാങ്ങാവുന്നതാണ്. പിന്നെ യൂട്യൂബ് ചാനലിൽ ജോയിൻ ബട്ടണിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലും കയറാം. ഹരേ കൃഷ്ണ.